രാമേസ് മാളിൻ്റെ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വാദിയൽ സെയിൽ മാളിൽ ഓഫറുകളുണ്ട്, 50 ഫിൽസുണ്ട് ഒനിയന്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു, അതിൻ്റെ തിരക്കുകൾ കാണിക്കാം. ആയിട്ട് ഇന്ന് വാദിയൽ സെയിൽ എന്ന് പറഞ്ഞ മാളിൽ രാമേസിൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ പുതിയ ബ്രാഞ്ചിൻ്റെ ഇനാഗ്രേഷൻ. ഞാനിവിടെ വേറെ ട്രാഫിക് ഡയറക്ടറേറ്റിൽ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തിരക്ക് കണ്ട് ഞാനതിനകത്ത് കയറിയതാണ്. കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയം ഉച്ചയ്ക്ക് ഒരു 3:30 3:30 ഞാൻ വന്ന വഴി മുഴുവൻ ട്രാഫിക്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായത്, എൻ്റെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുറകെ വരെ ആൾക്കാർ ബില്ലടിക്കാൻ നിൽക്കുക. ഇപ്പോൾ സാധനം മേടിക്കാം, പക്ഷെ സാധനം മേടിച്ചിട്ട് എന്ന് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്താ ഒരു കൗണ്ടറിൽ മാത്രമല്ല, എല്ലാ കൗണ്ടറിലും ഇതുപോലെ ക്യൂ ആണ്. അതുപോലെയുള്ള വമ്പൻ ഓഫറാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഒരു 10-20 പ്രാവശ്യത്തേക്കുള്ളിൽ മാളി വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇതായിട്ട് മാളിൽ തിരക്ക് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ എന്തോ പ്രോഗ്രാം കൊണ്ടുവന്നാണ്, ഫെസ്റ്റിവൽ പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ വണ്ടി വരുന്നതിന് ട്രാഫിക് പറഞ്ഞു, പക്ഷേ എന്നാൽ ഈ കിടക്കുന്ന വണ്ടികൾ കാണിച്ചു തരാം. ഈ കിടക്കുന്ന വണ്ടിയല്ല ഈ മാളിലോട്ട് വന്നതാണ്. ഞാൻ വണ്ടി ഇട്ടത് ഇവിടുന്ന് കുറച്ച് മാറിയിട്ട് ഇവിടെ മുഴുവൻ ട്രാഫിക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ എത്ര സമയത്ത് എത്തുമെന്ന് അറിയില്ല, കാരണം സിഗ്നലിൽ നിന്ന് കയറുവാൻ തരാൻ ഭയങ്കര താമസമായിരുന്നു. അത്രയും തിരക്കായതുകൊണ്ട് ഞാൻ അവിടുന്ന് വണ്ടി ഇട്ട് നടന്നു വരുന്നത്. കാരണം എനിക്ക് അതായത് സേഫ്, പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റും. കാരണം പാർക്കിങ്ങിലോട്ട് ഇവിടെ ഇല്ല. വണ്ടി പോണ അങ്ങ് റോഡിന് എത്തിയിട്ട് ഇങ്ങനെ കറങ്ങി പോകണം ആ ഉള്ളിലോട്ട് കയറണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഉള്ളിലോട്ട് പോയായിരുന്നത്. പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ തുടങ്ങാം. അപ്പോൾ ഇത്രയും നടന്നു വന്നിട്ട് ഞാൻ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴേക്കും ഞാൻ ട്രാഫിക് കുറഞ്ഞെന്തോ അറിയില്ല. ഇപ്പോൾ ഞാനോട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ 3:30 സമയത്ത് ഇത്ര തിരക്കാണെങ്കിൽ, കാരണം എന്തിനായിരുന്നു, വേറെ ആളുകളെല്ലാം ഇപ്പോൾ 3:30 എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു 70% ആളുകളുടെ ഡ്യൂട്ടി സമയങ്ങളാണ്. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് ഒരു ചിലർക്ക് ഉച്ച 2 മണി 3 മണിക്ക് ഫ്രീ ആകുന്നത്. അപ്പോൾ എത്രയും തിരക്കാണെങ്കിൽ അത് കഴിയുമ്പോഴത്തേന് എത്ര തിരക്കായിരിക്കും. ഒരിക്കലും ഇനാഗ്രേഷൻ ഗംഭീരമാകുമെന്ന് തോന്നുന്നു.